119 സങ്കീർത്തനം 32 യഹോവേ, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ഐ വിൽ റൺ ദ വേ ഓഫ് ദൈ കമാൻഡ്മെൻറ്റ്സ് വെൻ ദൗ ഷാൾട്ട് എൻലാർജ് മൈ ഹാർട്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടക്കുവാൻ വിശാലതയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ സമ്മതിക്കുന്നു. നോക്കൂ, മറ്റ് 2 വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. 18 സങ്കീർത്തനം 19 വാക്യത്തിൽ അവൻ എന്നെ വിശാല സ്ഥലത്ത് കൊണ്ടുവന്നു. അതിനുശേഷം 31 അധ്യായത്തിൽ 31 സങ്കീർത്തനം 8 വാക്യത്തിൽ അവൻ എൻ്റെ കാലുകളെ വിശാല സ്ഥലത്ത് കൊണ്ടുവന്നു. ഒന്ന്, അവൻ എന്നെ വിശാല സ്ഥലത്ത് കൊണ്ടുവന്നു എന്നെ രക്ഷിക്കേണ്ടതിന്. അതിനുശേഷം എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവൻ എൻ്റെ കാലുകളെ വിശാല സ്ഥലത്ത് നിർത്തി. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനയുടെ വഴിയിൽ നടക്കും, ഓടും. ദൈവത്തിന് സ്തോത്രം. 3 അനുഭവങ്ങളെ സങ്കീർത്തനക്കാരൻ വിശാല സ്ഥലത്തോട് ചേർത്ത് താൻ ദൈവസന്നിധിയിൽ സമ്മതിക്കുക. അവൻ രക്ഷപ്പെടേണ്ടതിന് അവനെ വിശാല സ്ഥലത്ത് കൊണ്ടുവന്നു. ഒരു മനുഷ്യൻ വിശാല സ്ഥലത്തായിരിക്കുക, അതിനുശേഷം അവൻ്റെ ശത്രുക്കളിൽ നിന്ന് അവന് രക്ഷയുണ്ടാകേണ്ടതിന് അവൻ ഇടുങ്ങിയ സ്ഥലത്ത് വെച്ച് ശത്രു അവനെ ഞെരുക്കിക്കളയാതിരിക്കുവാൻ അവൻ്റെ കാലുകളെ വിശാല സ്ഥലത്ത് ദൈവം നിർത്തി. അതിനുശേഷം വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു അപേക്ഷ, ഒരു സമ്മതം സകല ലോകത്തോടും സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ദൈവത്തിന് സ്തോത്രം. ഹൃദയ വിശാലതയില്ലാത്തവർക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയുകയില്ല. ദൈവം വിശാലതയിൽ നടക്കുന്നു, വിശാലതയിൽ ചരിക്കുന്നു, വിശാലതയിൽ സംസാരിക്കുന്നു, വിശാലതയിൽ ശോഭിക്കുന്നു, പ്രത്യക്ഷപ്പെടുന്നു. രഹസ്യമായിട്ടല്ല ദൈവം പ്രത്യക്ഷപ്പെടുന്നതും സംസാരിക്കുന്നതും മനുഷ്യനോട് ഇടപെടുന്നതും. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിശാലതയുണ്ട്. ഇതാ നോക്കൂ, മനുഷ്യൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ അവനിലൊരു രൂപാന്തരം സംഭവിക്കുന്നു. എന്താണ് ഈ വിശാലത എന്ന് പറഞ്ഞാൽ? എ സ്പേഷ്യസ് പ്ലേസ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നോക്കൂ, നോഹയോട് ദൈവം പെട്ടകമുണ്ടാക്കുവാൻ പറഞ്ഞപ്പോൾ അത് കേവലം ശുദ്ധിയുള്ള മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ശുദ്ധിയുള്ള മൃഗങ്ങളെ മാത്രം അതിനകത്ത് കയറ്റുവാനല്ല ദൈവം പറഞ്ഞത്. ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ ജീവികളെ, ജീവജാലങ്ങളെയൊക്കെയും അതിനകത്ത് അക്കമഡേറ്റ് ചെയ്യുവാൻ ദൈവം നോഹയോട് പറഞ്ഞു. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധന്മാരെ അല്ലെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നവരായിരുന്നാൽ നമ്മുടെ ഹൃദയം വിശാലമാകുകയില്ല. അശുദ്ധരായിട്ടുള്ളവരെയും വിശുദ്ധരാക്കത്തക്കവണ്ണമുള്ളതായ ഒരു ഹൃദയ വിശാലത ദൈവരാജ്യം സകലവിധ മത്സ്യങ്ങളെയും പിടിക്കുന്ന ഒരു വലയോട് സദൃശ്യം. ദൈവത്തിന് സ്തോത്രം. വിധിക്കുന്നവൻ ദൈവമാണ്, എന്നാൽ ആ വലയ്ക്കുള്ളിൽ സകല വിധത്തിലുള്ളതായ മത്സ്യങ്ങളും അകപ്പെടുന്നു. ഒരു മനുഷ്യന് ലോകത്തിൽ ദൈവശക്തിയെയും ദൈവപ്രകൃതിയെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും കാണിച്ചു കൊടുക്കുവാൻ അവൻ ശക്തിയുള്ളവനാകണമെങ്കിൽ, പ്രാപ്തനാകണമെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് സകലരെയും സ്നേഹിക്കുവാനുള്ളതായ ഒരു മനസ്സ് അവനുണ്ടാകണമെങ്കിൽ അവൻ്റെ ഹൃദയം വിശാലമാക്കപ്പെടണം. നമുക്കൊരു ഇടുങ്ങിയ ഹൃദയമുണ്ടെങ്കിൽ ദൈവത്തെപ്പോലും നമുക്കതിൽ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. നമ്മോട് ദൈവം വസിക്കണമെങ്കിൽ ആ സ്ഥലം, നമ്മുടെ ഹൃദയം വിശാലമായിരിക്കണം. ഇടുങ്ങിയ ഹൃദയങ്ങൾക്ക് ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടാകും, ഇടുങ്ങിയ അഭിപ്രായമുണ്ടാകും, ഇടുങ്ങിയ മുൻവിധികളുണ്ടാകും,
ഇടുങ്ങിയ ചിന്ത അല്ലെങ്കിൽ ആശയങ്ങൾ ഉണ്ടാകും. അവന് വളരുവാൻ കഴിയുകയില്ല. അവൻ മെയ്യെ നടന്ന് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിൻ്റെ കൽപ്പനകളെ, ആ കൽപ്പനകൾക്കൊരു പ്രത്യേകമായ വഴിയുണ്ട്. ആ വഴിയിൽ നിൽക്കുവാൻ കഴിയുകയില്ല, ഇരിക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ കിടക്കുവാൻ കഴിയുകയില്ല. അവിടെ ഒരു ഓട്ടമാണ്. ഇറ്റ്സ് എ റണ്ണിങ് എ കോഴ്സ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 1-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അപ്പോൾ നടക്കാതെ, നിൽക്കാതെ, ഇരിക്കാതെ, പിന്നെന്താണ്? ഓടുന്ന ഒരോട്ടം. നീതിമാന്മാർക്ക്, വിശുദ്ധന്മാരായവർക്ക്, ദൈവഭക്തിയുള്ളവർക്ക്, ദൈവത്തിൻ്റെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യന് അവൻ നിൽക്കുകയില്ല, ഇരിക്കുകയില്ല, അവൻ നടക്കുകയില്ല. അവനിൽ ഒരു ഓട്ടമുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമെന്ന് പറഞ്ഞാൽ, ഒരു വിശാല ഹൃദയം ഉള്ളവർക്ക് മാത്രമേ ഓട്ടക്കളത്തിൽ ഓടുവാൻ കഴിയുകയുള്ളൂ. ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടും, അല്ലെങ്കിൽ ഇടുങ്ങിയ അഭിപ്രായം കൊണ്ടും, ഇടുങ്ങിയ ദൂത് കൊണ്ടും, ഇടുങ്ങിയ ആത്മീക ചൈതന്യം കൊണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ കഴിയുകയില്ല, ഓടുവാൻ കഴിയുകയില്ല. നാം വഴിയിൽ തളർന്നു പോകും. ഒരു ഇടുങ്ങിയ മനസ്ഥിതിക്കാരനെ സഹായിക്കുവാൻ ആരും വരില്ല. ദൈവം മനുഷ്യനിൽ നോക്കുന്നത് അവൻ്റെ ഹൃദയം വിശാലമാകണം. അവൻ ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ്. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇടുങ്ങിയ മാനസികാവസ്ഥ അവനെ ഭരിച്ചുകൊണ്ടിരിക്കും. അവനെ അങ്ങനെ ആക്കുന്നതിന് അവൻ്റെ ശത്രു, അവൻ്റെ ഹൃദയം, അവൻ്റെ ജീവിതം വിശാല സ്ഥലത്താകാതിരിക്കുവാൻ വേണ്ടി അവനെതിരായി ശത്രു എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 31-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുമ്പോൾ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ എൻ്റെ കാലുകളെ അവൻ വിശാല സ്ഥലത്താക്കി. കാരണം ശത്രുവിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ, അധർമ്മങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ, അശുദ്ധികളിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു വിശാല ഹൃദയം. അത് നാം അല്ല ആ വിശാല ഹൃദയം സൃഷ്ടിക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വിശാലത തന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം വിശാലമാകുകയുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ. നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയെയും, ഇടുങ്ങിയ മാനസികാവസ്ഥയും, ഇടുങ്ങിയ മനോഗതിയെയും ഒക്കെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവം ആ ഹൃദയത്തെ, യേശു ആ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം ആ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അത് കവിഞ്ഞൊഴുകുന്നതായ ഒരു സ്നേഹമാണ്. ലോകം തരാത്ത സ്നേഹം, ലോകം തരാത്ത സമാധാനം, സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലെ അന്ധകാര ഭാഗങ്ങളൊക്കെ പ്രകാശിക്കും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ സ്വതവേ മാനുഷികമായി ഇടുങ്ങിയ ചിന്താഗതിയും അന്ധകാരത്തിൽ ഇരിക്കുന്നവരുമാണ്. അവരിൽ എല്ലാവർക്കും പ്രവേശനമില്ല. എന്നാൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ്റെ ഹൃദയം വിശാലമാക്കപ്പെടുന്നു. അവൻ സകലരെയും സ്നേഹിക്കുന്നവനായി തീരുന്നു, സകലരെയും ഉൾക്കൊള്ളുന്നവനാകുന്നു. ആരെയും വേറുകൃത്യം പറയാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുവാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ്റെ ഹൃദയം ഇതാ വിശാലമാക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അതിനെ വിശാലമാക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, നിൻ്റെ ഹൃദയം ഇടുങ്ങിയതായിരിക്കുന്നു എങ്കിൽ, നിൻ്റെ വഴി ഇടുങ്ങിയതാണെങ്കിൽ അത് യഹോവയെ ഫരമേൽപ്പിക്കുക. നോക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ വഴിയെ 37-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, നിൻ്റെ വഴി യഹോവയെ ഫരമേ. വഴി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹൃദയം, നിൻ്റെ മാനസികാവസ്ഥ, നിൻ്റെ അറിവ്, ജ്ഞാനം,
ഇതൊക്കെയും ദൈവത്തിൽ ഫലമേൽപ്പിക്കുമ്പോൾ ആ വഴി ആർക്കാണ് വഴിയെ ദൈവത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്? അവൻ കണ്ടിട്ടില്ലാത്ത പാതകളിൽ കൂടെ നടക്കുവാൻ പോകുന്നു എന്നുള്ളൊരു ഒരറിവ് അവനിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ അറിയാത്ത വഴികളിൽ കൂടെയാണ് അവൻ ഇനി നടന്നു പോകേണ്ടത്, ആ വഴികളുടെ ഉടയവൻ ദൈവമാണെന്നുള്ളതായ ഒരു ചിന്ത അവനിൽ വരുമ്പോൾ, അവൻ ആ വഴിയെ ദൈവത്തെ ഫലമേൽപ്പിച്ചിട്ട് അവൻ്റെ യാത്ര തുടരും. ദൈവത്തിന് സ്തോത്രം. അവൻ അസാധ്യമായ പല കാര്യങ്ങളും ആ വഴിയിൽ കാണുമ്പോൾ, ദുർഘടമായ പാതകൾ ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ, ആ വഴി ദൈവത്തെ ഫലമേൽപ്പിക്കും. നമ്മുടെ ഹൃദയം ഇടുങ്ങിയതായി നമുക്കൊന്നിനെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ മറ്റുള്ളവർക്ക് പ്രയാസകരമായ ഒരു ഹൃദയം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദുഃഖം സൃഷ്ടിക്കുന്ന, മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്തുന്നതായ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്തതായ ഒരു ഹൃദയമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ, അതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കുമ്പോൾ, കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഹൃദയത്തെ ദൈവം വിശാലമാക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന നമ്മെ, നിന്നുകൊണ്ടിരിക്കുന്ന നമ്മെ, അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടിരിക്കുന്ന നമ്മെ ദൈവം നമ്മെ ഓടുമാറാക്കുന്നു. എങ്ങോട്ട് ഓടുമാറാക്കുന്നു? നിത്യജീവങ്കിലേക്ക്, വിശാലതയുള്ള ഒരു ഹൃദയത്തിൻ്റെ അതിരുകളിലേക്ക് ദൈവം നമ്മെ ഓടുമാറാക്കും. നമ്മുടെ കാലുകളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം വിശാലതയുള്ള ഒരു ഹൃദയമായി നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നിൻ്റെ ഭവനത്തിലെ ഇടുങ്ങിയ അവസ്ഥകളൊക്കെ മാറും. അവിടെ വിശാലത വരും. ഇപ്പോൾ അത് ഇടുക്കമാണ്. ഒന്നിനെയും നിനക്ക് സമ്പാദിക്കുവാൻ കഴിയുന്നില്ല. നീ സമ്പാദിക്കുന്നതൊക്കെയും അവിടെയുള്ള ഇടുക്കം കാരണം അതൊക്കെയും നിനക്ക് ലാഭകരമായി പോകാതെ, അല്ലെങ്കിൽ ലാഭമായി വരാതെ അതൊക്കെയും നശിച്ചു പോകുന്നു. ശത്രുക്കൾ നിൻ്റെ മേലിൽ പരിഹാസം ഉന്നയിക്കുന്നു. നിനക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നടക്കുവാൻ കഴിയുന്നില്ല. എന്താണ് കാര്യം? നിൻ്റെ ഹൃദയം ഇടുങ്ങിയതായിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രഭാതമായി മാറുന്നു എങ്കിൽ, ഈ പ്രഭാതം ഇടുങ്ങിയ ഹൃദയങ്ങളെ ദൈവകരത്തിൽ കൊടുക്കുവാൻ സാധിക്കപ്പെടുന്ന ഒരു പ്രഭാതമായിരിക്കുമെങ്കിൽ, നിൻ്റെ ഹൃദയത്തെ വിശാലമാക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ മാടി വിളിക്കുകയാണ്. സങ്കീർത്തനക്കാരനോടുകൂടെ ഒരു പ്രാവശ്യം കൂടി ആ തിരുവചനം നമുക്കൊന്ന് വായിക്കാം. 119 സങ്കീർത്തനം 32 വാക്യം. ദൈവമേ, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ നടക്കും. I will run the ways of thy commandments when thou shalt enlarge my heart. ആ ഹൃദയത്തിലേക്ക് അനേകർ കടന്നു വന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെ വാസ്തവമായി മനസ്സിലാക്കുന്നതിന്, അതൊരു വിശാല ഹൃദയത്തിൻ്റെ സ്വസ്ഥത അവർ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. God bless you.